പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിലെ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവർ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ്
എന്ന് അപ്പോസ്തലന്മാരെ പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്. അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവേ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. Lord, infuse your spirit, infuse your spirit of power and grace. Thank you, Jesus. പ്രഭാഷകൻ 23:19 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ഒരു രസം ഈ വചനം നിങ്ങൾ കേട്ടില്ലേ? അതായത് ഈ ഷീബ റാഫിൽ എന്ന് പറഞ്ഞൊരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ അങ്കലാപ്പ് എന്ന് പറയുന്നത് അവളുടെ അവളൊരു സുവോളജിസ്റ്റാണ്. അപ്പോൾ അവളുടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചറാണ്. മൈക്രോസ്കോപ്പിന് ഒരു പരിധിയുണ്ട് അത് ഡെവലപ്പ്. അപ്പോൾ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ അവർക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവേ എനിക്കിത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഡിസെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത്. എന്താണ്? എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന്. അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണെന്ന്. അപ്പോൾ എന്നിട്ട് എന്നാ സംഭവിച്ചത്? അത് ചുമ്മാ ഒരു പറച്ചിലല്ല, ഒരു ഭംഗിവാക്കുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിനകത്ത് തെളിച്ചം ലഭിച്ചു. അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അതായത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ, ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവുകേട് അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഭയങ്കര രസമായ കർത്താവിൻ്റെ കാര്യം. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ. നിങ്ങളിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത്. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലെയുള്ള പരിപാടിയാണ്. യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ തോക്കുകളും എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടണിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഫെഡായിരിക്കണം. അങ്ങനെ ഒരു റിലേഷനാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി താമസിച്ചിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അന്നത്തെ കാലമല്ലേ, എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ്. ഇപ്പം ഈ തുലാമാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് വരും.
അപ്പോൾ ഇടിവെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് കത്തണത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയത് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം അപായമാണ്. ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇവരൊരു പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവർ ഇടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇടിവിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേഘടമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുകയും വേറെ ഒന്നും പാടത്തില്ല. എന്താണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല്ലം ഇടിവിട്ട് വരുമ്പോൾ ഞാൻ പറയും, ചേച്ചി അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും. അതാ സംഭവം. ഇപ്പോൾ ഇടിവിട്ട് വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ്. അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഏത് സമയത്ത് യുദ്ധം സംഭവിക്കുക എന്നുള്ള രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കണ പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇതുപോലെ നിർത്തി സാക്ഷ്യം പറയിച്ചതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചിഞ്ചു, ഇതെൻ്റെ അമ്മ ബിന്ദു, എൻ്റെ ഹസ്ബൻഡാണ് അജിൻ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കല്യാണത്തിന് ശേഷം 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് നടത്തിയതിൽ ഹസ്ബൻഡിന് കൗണ്ട് തീരെ ഇല്ലായിരുന്നു. ഞങ്ങൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം അലോപ്പതി മരുന്നുകൾ കഴിച്ചു തുടങ്ങി. 3 മാസക്കാലം കണ്ടിന്യൂസ് കഴിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൗണ്ട് കൂടുന്നേ ഇല്ലായിരുന്നു. അലോപ്പതി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് ആയുർവേദം ട്രൈ ചെയ്തു. ആയുർവേദം മരുന്നും ഇതുപോലെ തന്നെ 3-4 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 0 കൗണ്ടായിരുന്നത് ഒന്നുപോലുമായി കൂടി വന്നിട്ടില്ലായിരുന്നു. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എൻ്റെ അമ്മ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയാണ് ആദ്യം കൃപാസനത്തെ പറ്റി പറയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരുന്നുകൾ വർക്ക് ചെയ്യുമെന്നും മരുന്നുകൾ കഴിക്കുന്നത് വഴി കുഞ്ഞുണ്ടാവുമെന്നും വിചാരിച്ച് അന്നേരം കൃപാസനത്തിൽ വരികയും ചെയ്തില്ല, ഉടമ്പടി എടുത്തതുമില്ല. എന്നാൽ മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലെന്നുള്ളത് കണ്ടപ്പോൾ മരുന്നുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി 90 ദിവസം ആകുന്നതിന് മുമ്പേ പ്രഗ്നൻ്റ് ആയി. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടിരുന്നു. അകത്തും പുറത്തും ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ സ്കാനിങ്ങിലും ഫൈബ്രോയിഡ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫൈബ്രോയിഡ്സ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡെലിവറി സമയത്ത് ഒരു ഫൈബ്രോയിഡ് നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗർഭാശയത്തിൻ്റെ വായുഭാഗത്ത് കുഞ്ഞിറങ്ങി വരുന്ന വഴിയിലായിരുന്നു. അതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് സാധ്യതയും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ആ വലിപ്പം ഉണ്ടായിരുന്ന മുഴ നീക്കം ചെയ്യുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 16 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കുഞ്ഞിൻ്റെ പേര് ഇവാൻ എന്നാണ്. പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ഇവാൻ എന്നുള്ള പേരാണ് കുഞ്ഞിന് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് 27 വർഷത്തോളം ഞാൻ 30 വർഷം കാത്തിരുന്നു. എൻ്റെ വീട് 30 വർഷം പഴക്കമുണ്ട്. എൻ്റെ വീടിന് 27 രൂപ കൊണ്ട് പഞ്ചായത്തിൻ്റെ ലോണ് 27 രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് എൻ്റേത്. 30 വർഷത്തോളം ഞാൻ കാത്തിരുന്നു ആ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. എല്ലാവരും വന്ന് മെമ്പറായി കഴിയുമ്പോൾ എല്ലാവരും വന്ന് കയറി ഇറങ്ങി പോകും. എൻ്റെ വീടിനൊരു കുഴപ്പവുമില്ല. പക്ഷേ ചിതലരിച്ച് ജീർണിച്ച് താഴെ വീടാറായ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ 3 പെൺകുഞ്ഞുങ്ങളെയുമായി എൻ്റെ വീട്ടിനകത്ത് താമസിച്ചിരുന്നു. കുടയോടെയാണ് എൻ്റെ വീട്ടിനകത്ത് ഞാൻ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വീടിൻ്റെ പുനരുദ്ധാരണം ഞാൻ എഴുതി അമ്മ മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു, ബിന്ദുവിന് വീടിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് സാക്ഷിയായി കിടക്കുകയാണ്, ചെയ്യുന്നുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ എനിക്ക് നിർവാഹം ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ മുണ്ടക്കയത്തിന് പോകാനായിട്ട് വണ്ടിയെ കയറാനായിട്ട് റോഡിൽ കയറി നിൽക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിച്ചൊരു വണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിർത്തി. അപ്പോൾ ഞാൻ ഓർത്ത് എന്നെ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനായിരിക്കും നിർത്തിയെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് ചാടി കയറാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനല്ല
വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, ബിന്ദു വയ്ക്കുന്നില്ലെങ്കിൽ അടുത്തയാളിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പം പറയാൻ ഒരു മാർഗവുമില്ല, ഞാൻ മുണ്ടക്കയത്തിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വൈകിട്ട് വിളിച്ച് പറയാം, നിവൃത്തിയില്ലെങ്കിൽ ഞാൻ വെക്കുന്നില്ല, അടുത്തയാളിന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയാമെന്ന് കരുതി ഞാൻ ബാങ്കിൽ എൻ്റെ ചെറിയ പണയത്തിന് പലിശ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ചീട്ട് കാണിച്ചപ്പോൾ എന്നോട് പണയത്തിലിരിക്കുന്ന ആൾ പറഞ്ഞു, ചേച്ചിക്ക് ഇതിനകത്തു നിന്ന് ഒരു 60,000 രൂപ കൂടി അങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, ഇത് കിട്ടിയാൽ എൻ്റെ വീട് പുനരുദ്ധാരണം ചെയ്യാൻ പറ്റും. ഞാൻ അതും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു മെമ്പറോട് വിളിച്ചു പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച എൻ്റെ നിയോഗം ഓരോന്നായി എനിക്ക് സാക്ഷാത്കരിക്കാൻ തുടങ്ങിയതായി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കുളിര് കോരുന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇന്നെൻ്റെ വീട് പൂർണ്ണമായും സ്വർഗമായി മാറി. ഇന്നെൻ്റെ വീടിൻ്റെ ശോചനാവസ്ഥയെല്ലാം മാറി. എൻ്റെ വീടിന് പുനർജന്മം നൽകി. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി, കരച്ചിലായി, ബഹളമായി, എല്ലാം ഒരു നിയോഗം പോലെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. 3 പെൺകുഞ്ഞുങ്ങളുടെ മാതാവായി എന്നെ നാട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് വലിയ ആരോഗ്യമോ വലിയ കഴിവോ ഒന്നുമില്ല. അങ്ങാർക്ക് കിട്ടുന്ന തുച്ഛമായൊരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിരുന്നതും. ഞാൻ കൂലിവേലയ്ക്ക് പോകും. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളോടെയാണ് ഞാൻ ഈ സാക്ഷി ഇന്ന് ഇവിടെ നിന്ന് ഈ മാതാവിൻ്റെ ആൾത്താരിൽ നിന്ന് എന്നെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനുമാണ്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി സ്തുതികളും സ്തോത്രങ്ങളും ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്ന പത്രം എല്ലാ വീടുകളിലൂടെയും കയറി ഇറങ്ങി ആശുപത്രികളിലും എല്ലാം ഞങ്ങൾ കൊടുത്ത് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പറയുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വരുന്നത് കാണുമായിരുന്നു. ഡെയിലി ഇവരുടെ പ്രാർത്ഥന കൂടുമായിരുന്നു. പത്രങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ ആശുപത്രികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വീടുകൾ കയറി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും വീടുകൾ കയറി ഇറങ്ങി ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46 1-ാം വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയം. ദുഃഖങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ അഭയം പ്രാപിക്കാവുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ ഈ ആലയം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കരയുന്ന ഓരോ മക്കളുടെയും കരച്ചിൽ അമ്മ കേൾക്കാതിരുന്നിട്ടില്ല. എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും ദൈവമാണ് നമ്മുടെ ശക്തി. നമ്മുടെ മെറിറ്റ് മതിയാകാതെ വരുമ്പോൾ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് ഉള്ള ഒരു ദൈവാനുഭവമാണ് ഉടമ്പടി ജീവിതം. ചിഞ്ചു മോളിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു വലിയ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത്. 2 വർഷം കുട്ടികളില്ലായിരുന്നു. പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. കൗണ്ട് കുറവായിരുന്നു. ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. അലോപ്പതിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തു. പിന്നീടാണ് അമ്മ പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴും അവർ മരുന്നുമായി മുന്നോട്ട് പോയി. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് നമ്മുടെ മെറിറ്റിൽ ഇനി സാധിക്കില്ല, ഇനി ദൈവകൃപയിൽ ആശ്രയിക്കാമെന്ന്. ഇവിടെ വന്നു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ 90 ദിവസം തികയ്ക്കുന്നതിന് മുൻപ് തന്നെ ഈ മകൾ പ്രഗ്നൻ്റായി. 2 വർഷത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ്, മരുന്നുകൾ ഫലമില്ലാന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ മകൾക്ക് ദൈവത്തിൻ്റെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം ലഭിച്ചത്. ഫൈബ്രോയിഡ് ആയിരുന്നിട്ടും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇവർക്ക് സാധിച്ചു. മകന് നൽകിയ പേരും ദൈവത്തിൻ്റെ ദാനമെന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഐവാൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രം പറ്റാവുന്ന ഒരു കാര്യമാണ്. ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. അമ്മയാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനും ഒരമ്മ നമ്മുടെ കൂടെയുണ്ട്. 27 വർഷം ചോർന്നൊലിഞ്ഞ ഒരു വീടായിരുന്നു ഈ മകളുടേത്. ഉടമ്പടി എടുത്ത ഉടനെ വളരെ പെട്ടെന്നാണ് ഒരു മാറ്റം ഈശോയും അമ്മയും അവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വീട് നൽകി അവരെ അനുഗ്രഹിച്ചത്. ആ മകൾ പറഞ്ഞതുപോലെ
കൃപാസനത്തിലെ അമ്മയുടെ പടം വെച്ച ഒരു വണ്ടിയാണ് യാദൃശ്യമായി കണ്ടത്. എല്ലാം ഒരു ദൈവനിമിത്തമാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഓരോ നിമിഷവും നമുക്കറിയാത്ത രീതിയിൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അവരുടെ സാന്നിധ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചപ്പോഴും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ മക്കൾ ഒന്നിച്ചു ചേർന്നാണ്, അമ്മയും മക്കളും മരുമകനും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്ന് ഒരു കുടുംബത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ചെയ്തത്. ആത്മീയമായിട്ടും അവർക്ക് വളരെ വളർച്ചയുണ്ടായി. ദൈവത്തെ അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ്. നമുക്കും ഈശോയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ആത്മാർത്ഥമായി മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കടന്നു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ചിഞ്ചുമോൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സവിത വർഗീസ്. ഞാനിപ്പോൾ തായ്ലാൻഡിൽ ബാങ്കോക്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ലാസ്റ്റ് ഇയർ 24 ഡിസംബർ 2024. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പുതുക്കി. നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നതിന് ശേഷം, ബാങ്കോക്കിൽ ചെന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പൊസിഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഇയേഴ്സാണ്, 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാം, എൻ്റെ ഹോളിഡേയ്സ് ഒന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. എല്ലാ ഹോളിഡേയ്സും ഞാൻ ഇതിനു വേണ്ടി പഠിക്കും. സാറ്റർഡേ സൺഡേസ് പിന്നെ വെക്കേഷൻ എപ്പോൾ കിട്ടിയാലും എവിടെയും പോകാൻ പറ്റില്ല, ഫുൾ ടൈം പഠിത്തമാണ്. പക്ഷേ ആ സമയമൊക്കെ ഞാൻ വിചാരിക്കും, യേശു എനിക്കിത് സാധിക്കും, എന്നെക്കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഒരുപാട് ടഫാണ്, ഒരുപാട് റിസർച്ച് ചെയ്യണം, എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, ChatGPT സെർച്ച് ചെയ്യും. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ, ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് ഇതുവഴി തരണം. കാര്യം എനിക്കിത് എത്ര സ്റ്റെപ്പാണോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല. മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഏത് സീക്വൻസിൽ എഴുതണമെന്നും എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ ChatGPTയോ ഗൂഗിളോ വഴി എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഞാൻ അതിനകത്ത് എഴുതുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എഴുതി അയക്കുമ്പോഴും ഞാൻ എൻ്റെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും, മാതാവേ, ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇത്രയും, പക്ഷേ ഇത് അവർക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അത് മാതാവ് ആ രീതിയിലാക്കി മാറ്റിയെടുക്കണം. എനിക്ക് എങ്ങനെയാണ് എഴുതിയത് ഇത്രയും നാളത്തെ ആ വർക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മാതാവ് അതിൻ്റെ ഓർഡറിൽ അവർക്കായിട്ട് അത് രൂപപ്പെടുത്തി കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യവും എൻ്റെ ഗൈഡിന് എൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ലാസ്റ്റ് ടൈം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരുപാട് ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ തീസിസ് എല്ലാം ChatGPT വഴി കോപ്പി ചെയ്തും മറ്റതൊക്കെ ചെയ്ത് എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഭയങ്കര ഒരു ഭയം തോന്നി. കാര്യം ഞാനും ഉപയോഗിച്ചല്ലോ ഇതുവഴി, ഞാനും ഗൂഗിൾ സെർച്ചും ChatGPT ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ഇതായെങ്കിലും, പക്ഷെ പിന്നീട് ഞാൻ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി. കാര്യം ഞാൻ ChatGPT ഉപയോഗിച്ചാലും ഗൂഗിൾ ഉപയോഗിച്ചാലും ഞാൻ പറയുന്നത് മാതാവ് എനിക്കിതുവഴി ആൻസേഴ്സ് തരണമെന്നാണ്. കാര്യം അതുകൊണ്ട് ആ ഒരു ബലം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ല, എൻ്റെത് ഒരിക്കലും റിജക്റ്റ് ആവില്ല, എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫൈനൽ തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോഴും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അത് 100% മാതാവ് അവർക്ക് ആവശ്യമുള്ള രീതിയിലാക്കി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി അവർ പറഞ്ഞു, എൻ്റെ തീസിസ് ഓക്കെ, സക്സസ്ഫുൾ ആണ്, അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. പിന്നെ അപ്പോൾ ഞാൻ ബാങ്കോക്കിലാണ്. അപ്പോൾ ബാങ്കോക്കിൽ ഗ്രാജുവേഷൻ ഡേറ്റ് December 5th 2025 ആണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് December 5th ആ ഗ്രാജുവേഷൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരുമ്പോൾ, ഡിസംബറിൽ ഹോളിഡേയ്സാണ്, നാട്ടിൽ വരുമ്പോൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താമല്ലോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ആരടുത്തും, എൻ്റെ കുടുംബത്തിലോ അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമേ എല്ലാവരുടെ അടുത്തും പറയുള്ളൂ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് December 5th ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഗ്രാജുവേഷൻ സെറമണിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെ അഡ്മിൻ പറഞ്ഞു,
അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒക്ടോബറിന് മുൻപ്, ഇത് ഞാൻ പറയുന്നത് സെപ്റ്റംബർ ടുവേർഡ്സ് എൻഡാണ്, അപ്പോൾ ഒക്ടോബറിന് മുമ്പ് ഡിഫൻസ് എക്സാം പാസ്സായാൽ മാത്രമേ ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് പാനൽ ഒരു 6 മെമ്പേഴ്സെങ്കിലും മിനിമം കാണും. അപ്പോൾ അവർ തുരുതുരാ പല പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തൊട്ടുള്ള എന്തൊക്കെയാണോ ഞാൻ റിസർച്ച് ചെയ്ത് അതെല്ലാം ഞാൻ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാടൊന്നും അറിയില്ല, കാര്യം ഞാൻ മാത്തമാറ്റിക്സ് അല്ല, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പം അവർ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവും. കാര്യം എനിക്ക് ഞാൻ സെർച്ച് ചെയ്തും ChatGPT വഴിയൊക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് മനസ്സ് ഭയങ്കര സ്ട്രെസ്സായി. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അതെല്ലാം മാറ്റി വെച്ച് വചനം എഴുതാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനം സെഫാനിയ 3:17 അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ആ ഡിഫൻസ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വചനം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു. വിശുദ്ധ തൈലവും ഉപ്പ് എല്ലാം ഇട്ട് എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു. എൻ്റെ ദേഹത്തും ആ തൈലം തടവി. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും അവരെൻ്റെ അടുത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ട് ഒന്നും ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും, എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അത് പാസ്സായാൽ മാത്രമേ എനിക്ക് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു, ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവർ കൂടുതലും ഒരുപാട് ചോദിക്കുന്നത്, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഡോക്ടറേറ്റ് ഈ വർഷം എനിക്ക് തരണം എന്നുള്ള ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ, അപ്പോൾ ഡിഫൻസിന് 6 പേരുണ്ടായിരുന്നു. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഭാഗത്തുനിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ എന്നാണ്. കുറച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരിക്കും. പക്ഷേ ഒരു ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നില്ല. ബാക്കി എങ്ങനെ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചു. പക്ഷെ അതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഈ ഡിഫൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, മാതാവായിരിക്കണം ജഡ്ജായിട്ട് അവിടെ വരേണ്ടത്, ഞാൻ വെറും ഒരു ഡമ്മി പീസായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും, ഞാനൊരു ഡമ്മി പീസായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവാണ് ജഡ്ജ്, കർത്താവ് എല്ലാ കാര്യവും സംസാരിക്കും, ഞാൻ വെറും ഒരു ഡമ്മി പീസാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസിൻ്റെ പാനൽസ് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ മാറി. അങ്ങനെ 1 മണിക്കൂറായിരുന്നു ഡിഫൻസ് എക്സാം. അങ്ങനെ അത് പാസ്സായി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനും കൂടി പാസ്സായി എന്ന് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 5 ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരിന് മുമ്പ് എൻ്റെ ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റി, ഡോക്ടർ സവിത വർഗീസ് ആയി. അതിലെനിക്ക് മാതാവിനും കർത്താവിനും ഞാൻ ഒരുപാട് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബാങ്കോക്കിൽ ഒരു അമേരിക്കൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നാഷണാലിറ്റീസ് ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവിടെ 12, 13, 15 വർഷം പഠിപ്പിക്കുന്ന ഫിസിക്സും മാത്തും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ കെമിസ്ട്രിയാണ്. അപ്പോൾ പൊതുവേ അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് അങ്ങനെ പെട്ടെന്നൊരു പൊസിഷൻ കൊടുക്കില്ല. അപ്പോൾ ഞങ്ങളുടെ അവിടെ റോസ മറിയ മിസ്റ്റിക്ക ചർച്ചുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, മാതാവ്, ഞാൻ ഈ സ്കൂളിൽ തന്നെ നിൽക്കണോ? ഈ സ്കൂളിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ മാതാവ് തരണം, എന്നാലേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വേറെ ഏതെങ്കിലും സ്കൂളിൽ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിക്സും ബയോളജിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്, 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സുള്ള ടീച്ചേഴ്സുണ്ട്. പക്ഷേ എന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് സയൻസ് ആക്കി എനിക്ക് അവർ ഉയർത്തി. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ ഹെഡ് ഓഫ് സയൻസ് ആവാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു ഡൗട്ടായിരുന്നു. കാര്യം ഇവരെല്ലാവരും ഇത്രയും സീനിയേഴ്സായിട്ട് ഉള്ളപ്പോൾ എന്നെ മിക്കവാറും അവർ ടെമ്പററി പോസ്റ്റ് ആയിരിക്കും, കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ട് മാറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, ഇതെനിക്കൊരു പെർമനൻറ്റ് പൊസിഷൻ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു അടയാളം എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലതുപോലെ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവ് എനിക്ക് ക്യാൻഡിലിൽ എനിക്ക് മാതാവിൻ്റെ രൂപം കാണാൻ പറ്റി. അതുപോലെ മഴവില്ലിൽ മാതാവിൻ്റെ ആ ഒരു രൂപം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എൻ്റെ ഈ പൊസിഷൻ പെർമനൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ സ്കൂളിൽ സെക്കൻഡ് ഇയർ ആണ്, HOD ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ, നേരത്തെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഞാൻ ഓരോ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും സ്റ്റോറീസ് നോക്കിയാൽ എല്ലാം സാക്ഷ്യങ്ങളും ഫാദറിൻ്റെ രാവിലത്തെ മോർണിംഗ് ഡെയിലി ബ്രെഡ് ടോക്കും പിന്നെ
അല്ലാതെ സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനം അതെല്ലാം ആയിരിക്കും. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാകുന്നു. പിന്നെ ഡെയിലി എനിക്ക് മാസ് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് സൺഡേ മാത്രമേ ഇംഗ്ലീഷ് മാസമുള്ളൂ, അതുകൊണ്ട് അതിൽ പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ മാസിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജപമാല 2 ജപമാല രാവിലെയും, പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. ഒരിക്കലും മുടക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവസാന കാലം വരെയും മാതാവിനോട് ചേർന്ന് നിൽക്കണം, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവിടെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ പത്രം പല ലാംഗ്വേജിൽ, കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും, ഇംഗ്ലീഷിൽ വാങ്ങി അവിടെ കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലുള്ള അവർക്കെല്ലാം, അവർ കൂടുതലും ഫിലിപ്പീൻസിലുള്ളവരാണ്, അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല നാട്ടിലുള്ളപ്പോൾ ഞാൻ പത്രം വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനങ്ങ് ഫസ്റ്റ് ബോഗി തൊട്ട് ലാസ്റ്റ് ബോഗി വരെ ഞാൻ നടക്കും. ഈ പത്രം കൊണ്ട് ഞാൻ നടന്നിട്ട് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എല്ലാവർക്കും ഫുഡും പിന്നെ പാവപ്പെട്ടവർക്ക് പൈസ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. ഓരോരുത്തരിങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുമല്ലോ, ഇങ്ങനെ അത്യാവശ്യം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതലും അത് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇരുന്ന് അധികം ആരും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുഡ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ കാണണേ എങ്കിൽ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് കുറേ, പക്ഷേ ബാങ്കോക്കിൽ അങ്ങനെ അധികം കാണാറില്ല. വല്ലപ്പോഴും ഒരു ദിവസം 1-2 ആളെ കാണുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയതയിൽ ഒരുപാട് വളരാൻ പറ്റിയതിനെ ഓർത്ത് അതാണ് ഏറ്റവും വലുത്. ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി ആത്മീയതയിൽ കൂടുതൽ വളരാൻ പറ്റി. അതിനൊക്കെ മാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഒരുപാട് നന്ദി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായം 3-ാം തിരുവചനം. ജ്ഞാനികൾ വിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി എന്ന് നാം ഓരോ സാക്ഷ്യങ്ങളിലും നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ സവിത ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും ഓരോ നാഴികയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമെന്നാണ് ഈശോയോട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയത്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ സമ്മാനമാണ് ഈ മകൾ ഇന്ന് അൾത്താരയിൽ കയറിയെന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയായി 2ാമത്തെ സാക്ഷ്യമാണ് ഇന്ന് സവിത ഇവിടെ ഏറ്റുപറയുന്നത്. ഈ മകൾ PhD പഠിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ എല്ലാ പ്രോസസ്സിനെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സെഷൻസ് എല്ലാം ഈ മകൾ ആരംഭിക്കുന്നത്. വളരെയധികം പരിശ്രമത്തോടുകൂടി പരിശ്രമിച്ച് തീർക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് PhD എന്ന ഈ ഡോക്ടറേറ്റ് എന്ന ഒരു പഠന രീതി എന്ന് ഈ മകൾക്കറിയാമെങ്കിലും അതെല്ലാം വളരെ നന്നായി തരണം ചെയ്യാൻ ആദ്യം മുതലേ ഈശോ തന്നെ മകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ ഒരു സാക്ഷ്യം ഇവിടെ ഏറ്റുപറഞ്ഞതാണ്. അപ്പോൾ ഈ മകൾക്ക് ജീവിതത്തിൽ വളരെ ഒരു പ്രതീക്ഷയും തൻ്റെ എല്ലാ ജീവിത പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് എനിക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുമെന്നുള്ള ഒരു വലിയ ദൃഢവിശ്വാസത്തിലാണ് ഈ മകൾ ഇങ്ങനെയൊരു വലിയ സ്റ്റെപ്പ് എടുക്കുന്നത്. ഡോക്ടർ സവിത ബാങ്കോക്കിലെ തായ്ലൻഡിലുള്ള ബാങ്കോക്ക് സിറ്റിയിലെ ഒരു വലിയ സ്കൂളിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. ഈ മകൾ സമയത്ത് തീസിസിൻ്റെ സമയത്തും ഡിസ്കഷൻ്റെ സമയത്തുമെല്ലാം പഠന സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എൻ്റെ എല്ലാ സ്റ്റെപ്പിലും എൻ്റെ ഡിഫൻഡറായി അങ്ങുണ്ടാകണം, എൻ്റെ എല്ലാ ഉത്തരങ്ങളും പരിശുദ്ധാത്മാവിലൂടെ ഈശോ തന്നെ സംസാരിക്കണം, എൻ്റെ എല്ലാ ക്രെഡിറ്റും അങ്ങേക്ക് മാത്രമായിരിക്കണം, എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമായിരിക്കണം എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഈ മകളുടെ വലിയ ആ ഒരു തീസിസ് പ്രോസസ്സ് തുടങ്ങിയതും അതുപോലെ തന്നെ ലാസ്റ്റ് പ്രോസസ്സായ ഡിഫൻസ് നടന്നതും. ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു, തൻ്റെ അയോഗ്യതയെ ആദ്യം തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചു. ഞാൻ ആഗ്രഹിക്കാത്തതായ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർ ചോദിക്കരുത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു വലിയ അവസരത്തിൽ എനിക്കങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയെ വളരെ കൃത്യമായി ഏൽപ്പിച്ച് പരിശുദ്ധ അമ്മ ഈശോയും പരിശുദ്ധ അമ്മയുമായിരുന്നു ഈ മകളുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു വലിയ പ്രോസസ്സിലേക്ക്, ഒരു പ്രാക്ടീസിലേക്ക്, ഡിഫൻസിലേക്ക് ഇവർ കടന്നു വന്നത്. വളരെ ഈസിയായി മകൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഏറ്റു പറയുന്നു. അത് ഓരോ മക്കളും ഇവിടെ വന്ന് ഏതൊരു പരീക്ഷ
പരീക്ഷാ ഘട്ടത്തിലായാലും ഇൻ്റർവ്യൂസിലായാലും ഒരുപാട് PhDയും സിവിൽ സർവീസൊക്കെ ചെയ്തിട്ടുള്ള മക്കളുടെ എല്ലാ ഡിസ്കഷൻ ഇങ്ങനെയുള്ള പാനലുകളിലെല്ലാം അവർ ഏറ്റുപറയുന്നതാണ് പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരങ്ങളായിരുന്നു അത്. ഞാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വളരെ വിജ്ഞാനം നിറഞ്ഞ ഉത്തരങ്ങൾ എനിക്ക് പറയാനായിട്ട് സാധിച്ചു എന്ന്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻസെൻറ്റീവായി ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ്. നാം പോലും ചിന്തിക്കാത്തത് വളരെ പെട്ടെന്ന് നാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക കൃപയാണ്. കൃപയിൽ നിന്ന് ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് അഭിഷേകത്തിലേക്ക് കടക്കാൻ നമ്മെ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മകൾക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു മാറ്റം കൂടി അതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്ന ഈ മകൾ ഇന്ന് അതിനെല്ലാം ഒരു ടേൺ എടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയവും മറ്റുള്ള മക്കളുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൃത്യമായി കൂടുവാനും അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തൻ്റെ ക്രിസ്തീയ ജീവിതം വളരെയധികം മുന്നോട്ട് നടക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് ഈ മകൾ തൻ്റെ ജീവിത കാലത്തെ മാറ്റിയെടുത്തു എന്നത് വലിയൊരു സ്കോളർ ആകാനുള്ള ഒരു വലിയ അനുഗ്രഹം, അഭിഷേകം ഈ മകൾക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ ആഗ്രഹിച്ചതുപോലെ തന്നെ മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈശോ ആഗ്രഹിച്ചു കൊടുത്ത ഒരു വലിയ ആ സ്കൂളിൽ തന്നെ 2 വർഷമായിട്ടുള്ള വളരെയധികം സീനിയേഴ്സുള്ള സ്കൂളിൽ തന്നെ ഈ മകൾക്ക് HOD ആയിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈശോ ഈ മകളെ ഉയർത്തി. നമുക്ക് മനസ്സിലാക്കാം ഈശോ നാം ഏതെല്ലാം തലത്തിലുള്ള ജോലികളിലാണോ നാം ഏർപ്പെട്ടിരിക്കുന്നത് അവിടെയെല്ലാം ഈശോയ്ക്ക് അതിനൈപുണ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം കൃഷി ചെയ്യുന്നവരായാലും ഈശോ വയലിലെയും വിത്തിൻ്റെയും മരങ്ങളുടെയും എല്ലാം കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുക്കുവരായാലും മരപ്പണിക്കാരായാലും ഈശോ അതിനെല്ലാമുള്ള ഉദാഹരണങ്ങളും പാരബിൾസും ഈശോ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈശോ അല്ലാതെ ഏറ്റവും നല്ല വൈദ്യൻ എന്ന് ഈശോ ആണ് ഏറ്റവും നല്ല വൈദ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏതൊരു ഫീൽഡിലെ മെഡിക്കൽ ഫീൽഡായാലും അറിവിൻ്റെ ഫീൽഡായാലും ഈശോ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും നല്ല ഡിഫെൻഡർ ഈശോ ആണെന്ന് ഇവിടെ മകൾ ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. ഡോക്ടർ സവിതയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ PhDക്കായി റിസർച്ചിനായി നടക്കുന്ന പഠനത്തിനായി ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സവിതയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിനും എനിക്കിവിടെ സാക്ഷ്യം പറയുന്നതിനും മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജൂനി മേരി ജോബ്. ഇതെൻ്റെ മോള് മീവൽ മിഥുൻ. ഞങ്ങൾ മണപ്പുറം ഇടവക ലിറ്റിൽ ഫ്ലവർ മോണസ്ട്രി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 മാർച്ച് 6 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. ആദ്യമായി എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയെക്കുറിച്ചാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ പല ഹോസ്പിറ്റലുകളിലായി ഒരുപാട് വർഷം 10-14 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ജോലി സത്യം പറഞ്ഞാൽ വളരെ പാടായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നൈറ്റ് ഡ്യൂട്ടിയുള്ള ജോലിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോലെ എനിക്ക് വളരെ പാടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് ഈ ഒരു ജോലി മാറ്റി നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അത് തുടർന്നുകൊണ്ടിരുന്ന് പുതുക്കി വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു നഴ്സായ ഒരു മകളുടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയാകുന്നത്. ആ മകളും ഇതേപോലെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തരണേ എന്ന്, എൻ്റെ അലച്ചിലുകൾ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്തുള്ളൊരു സ്കൂളിൽ ആ കുട്ടിക്ക് ജോലി കിട്ടി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് വലിയ പ്രചോദനമായി. ഈശോയെ മാതാവെ കുറച്ച് താമസിച്ചായാലും എനിക്കും അങ്ങനൊരു ജോലി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 8ാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ മാതാവിനെ പ്രദർശനത്തിൽ എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ കിട്ടിയ നിമിഷം മുതൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയം വരെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആ ജോലി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അലച്ചിലുകളൊന്ന് മാറ്റിത്തരണേ മാതാവേ എന്ന്.
അപ്പോൾ അതിനോടുകൂടെ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ഇതേപോലെ അപ്ലൈ ചെയ്തു. അവിടെ അങ്ങനെ ഒരു പോസ്റ്റൊന്നുമില്ല, എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു ഇങ്ങനെ. അപ്പോൾ ഈ മാതാവിനോട് 8ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു. കൃത്യം 1 മാസത്തിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത സ്കൂളിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചു. ഇങ്ങനൊരു ജോലി റെഡി ആയിട്ടുണ്ട്, പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. ഒത്തിരി താമസിച്ചാണെങ്കിലും എനിക്ക് മാതാവ് അങ്ങനെ ഒരു നല്ലൊരു ജോലി എനിക്കായി കാത്തുവച്ചു. എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന നേഴ്സാണ്. ആ ഒരു പോസ്റ്റിലേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യോഗ്യതയില്ലാതിരുന്നിട്ടും ഒരു വലിയ പോസ്റ്റ് കൂടി മാതാവ് എനിക്കായി കാത്തുവെച്ചു. ഒരു PRO എന്ന പോസ്റ്റ്. ആ 2 പോസ്റ്റും എനിക്ക് മാതാവ് തന്നു. ഒരു നേഴ്സായി എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ്, പിന്നെ എനിക്കൊരു ക്യാബിൻ. അങ്ങനെ ഞാൻ വിചാരിക്കാത്തതിനേക്കാളും വലിയൊരു ജോലിയാണ് മാതാവ് എന്നെ തന്നിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ മോളെക്കുറിച്ചാണ്. അവൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അത് ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മുതലുള്ളതല്ല, ഈ ഒരു ഇടയ്ക്ക് വന്നതാണ്. ഒരു 1.5-2 വർഷത്തോളം 1.5 വർഷത്തോളം കുഞ്ഞിന് ശ്വാസം മുട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ഹോസ്പിറ്റലിൽ അത് കാണിച്ചു, ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറയുന്നത് കുട്ടിക്ക് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവളെപ്പോഴും ശ്വാസം ഇങ്ങനെ ദീർഘമായി വലിച്ചുകൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റായിട്ട്. അവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നതിലും കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തരണം എന്ന്, അത് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈല നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവളീ മുട്ടിൽ 2 കൈയും കുനിഞ്ഞു നിന്ന് ശ്വാസം എടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനെയും കൊണ്ട്, എനിക്ക് വേറെ ആരുമില്ല, എനിക്കിത് മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. ഞാൻ എന്നിട്ട് അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു. അച്ഛനെ കണ്ടു, ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം അച്ഛൻ ഇവിടെ ഇതുപോലെ കൊച്ചിനെ സൈത്ത് പുരട്ടി, സൈത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് കൊച്ചിൻ്റെ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ പിന്നീട് ഇത് കുറഞ്ഞു വരുന്നു, ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. പിന്നെ അത് ക്രമേണ ആ ശ്വാസമുട്ടലങ്ങ് മാറി. ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ശ്വാസമുട്ടലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അത് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ 3ാമതെന്ന് പറയുന്നത്, എനിക്ക് ഒരു വീടില്ലായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലാണ് 5 വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എനിക്കൊരു സ്ഥലം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ എനിക്ക് സ്ഥലം മേടിക്കാനുള്ള കൃപ മാതാവ് നേരത്തെ തന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് വീട് പണിയാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വീട്. സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊന്നും അറിയിക്കാതെ ഒരു 1.5 വർഷം കൊണ്ട് ഈ വീട് പണി പൂർത്തിയാക്കാൻ മാതാവ് വലിയ അനുഗ്രഹമാണ് തന്നത്. ഈ വീടിൻ്റെ, ഞങ്ങളുടെ വീടിൻ്റെ പെരവാസ്തുലിയാണ് ഈ വരുന്ന ജനുവരി 10-ാം തീയതി. അതിന് മാതാവിനെ ക്ഷണിക്കാനും പരിപൂർണമായി ആ വീട്ടിലേക്ക് മാതാവിനെ ക്ഷണിക്കുവാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനുമായിട്ട് ഞാൻ ക്ഷണിക്കാൻ വന്നതാണ്. ആ വീട് സ്ഥലവും തന്ന മാതാവിന് വലിയ നന്ദി പറയുന്നു. തിരുക്കുമാരനും വലിയ നന്ദി പറയുന്നു. അതെൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കവിളിൽ ഇടതുവശത്തായിട്ടൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. അത് 1.5-2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും, എനിക്ക് ഡോക്ടറെയൊക്കെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലം പുറത്ത് കവിളിൻ്റെ പുറത്തും പുരട്ടും, ഉടമ്പടിയുടെ തേന് കവിളിൻ്റെ ഉള്ളിലും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ, അപ്പം എനിക്ക് വിശ്വാസത്തോടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. ക്രമേണ ആ തടുപ്പിൻ്റെ വലിപ്പം കുറഞ്ഞു വന്നു. ഞാനൊരു ഡോക്ടറെയും കാണിച്ചില്ല. കുറഞ്ഞ് അത് പരിപൂർണമായിട്ടും ഇപ്പോൾ ഭേദപ്പെട്ടു. ഇപ്പം അങ്ങനത്തെ ഒരു മുഴയോ ഒരു തടിപ്പോ ഒന്നും അവിടെ ഇല്ല. അപ്പം അങ്ങനെ നിരവധിയായ വീട്ടിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും, ആർക്ക് തന്നെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടായാലും ഞാൻ ആദ്യം ആശ്രയിക്കുക ഈ ഉടമ്പടി വസ്തുക്കളിലാണ്. ഞാൻ എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എനിക്കതിന് ഇന്ന് വരെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പാണ്. കുറച്ച് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി താമസിച്ചായാലും നമ്മളത് തൊട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാതാവ് ഒരു ഉത്തരം തന്നിരിക്കും. അത് മാറിയിരിക്കും. ചെറുതും വലുതുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എനിക്ക് അത്
ഉറപ്പിച്ച് പറയാൻ കഴിയും അതൊരു പരിഹാരമായിട്ടുണ്ട്. നിത്യമായ ഒരു ആൻറ്റിബയോട്ടിക്കായി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയാവുന്നവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിത്യമായി എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. എനിക്ക് വീടിൻ്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ ജോലി കിട്ടിയിരിക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള ഒരു വലിയ അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ബൈബിള് നിത്യേന കൃത്യമായി ഞാൻ അരമണിക്കൂർ ബൈബിള് വായിക്കും. അത് വായിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊരു ഹാബിറ്റായി തീർന്നത് കൊണ്ട് എനിക്ക് വായിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈശോയോട് എന്ത് കാര്യം ഉണ്ടായാലും ഈശോയോട് ഒരുമിച്ച് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയുടെ ഒരു പ്രസൻസ്, അമ്മ മാതാവിൻ്റെ പ്രസൻസ്, എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഈ ഉടമ്പടിയിലൂടെ ഈശോ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പരിഹാരം ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം എല്ലാ മാസവും ഞാൻ കൃത്യമായി മുടങ്ങാതെ വാങ്ങിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. പറ്റാവുന്നവരോടൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെല്ലും. അവരോട് ഞാൻ പറയും. എനിക്ക് മടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ എന്നാലും ഇപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയത് പറയും. അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ പൈസ ആവശ്യമുള്ളവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഞാനത് കൊടുക്കും. പിന്നെ വൃദ്ധമന്ദിരത്തിലൊക്കെ പോയിട്ട് അവിടെ അമ്മച്ചിമാരുടെ അവിടെയുള്ള ചേച്ചിമാരുടെയൊക്കെ കൂടെ അവിടെയുള്ള അമ്മച്ചിമാർക്ക് കുളിപ്പിക്കുന്നതിനും അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതിനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് തന്ന കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് ഉന്നതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഉടമ്പടി ജീവിതത്തിൽ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞുമകളെയും ഞാൻ ഈ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ വളർത്താനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോയോടൊപ്പം ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ യോഗ്യതയില്ലായിരുന്നിട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് തിരഞ്ഞെടുത്തതിന് ഒരുപാട് തിരുക്കുമാരനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. താങ്ക് യു. 40-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. ജൂണി മേരി എന്ന ഈ മകളുടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. അയോഗ്യതകളുണ്ടായിട്ടും ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ജൂണി മേരിക്ക് പറയാനുള്ളത്, എൻ്റെ എല്ലാ അയോഗ്യതകളെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ വിവരിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മകൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ദൈവം ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈശോയ്ക്കല്ലാതെ നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ജൂണി മേരിയുടെ വലിയ സാക്ഷ്യം. ജൂണി മേരി പറയുകയായിരുന്നു, ഞാനൊരു നേഴ്സാണ്, പക്ഷേ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങളിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾ കൃത്യമായി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാക്ഷ്യം ഒരു മകൾക്ക് സ്കൂളിൽ ജോലി കിട്ടി, നേഴ്സായി ജോലി കിട്ടിയ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നൊരു വലിയ പ്രത്യാശയോടെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ആ സാക്ഷ്യം കേട്ടതുപോലെ തന്നെ ഈ മകൾക്ക് ഒരു സ്കൂളിൽ നേഴ്സായി അപ്പോയിൻറ്റ് ചെയ്യുകയും അതോടുകൂടെ തന്നെ ഒരു വലിയ PRO എന്നൊരു പോസ്റ്റ് നൽകിയ സ്കൂളിൽ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു, ഉയർത്തുകയും ചെയ്ത എൻ്റെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. 8ാമത്തെ പുതുക്കലിൽ ആണ് ഈ മകൾ ഈ സാക്ഷ്യത്തിന് ഈ സ്വപ്നത്തിന് സാക്ഷാത്കാരമുണ്ടായെന്ന് പറയുന്നെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുവാനും ഈശോയെയും പരിശുദ്ധ അമ്മയും കൈവിടാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ കൃപ മകൾ പറയുകയുണ്ടായി. ഞാൻ കൃത്യമായി ഈ ജോലി കിട്ടിയതു മുതൽ എനിക്ക് കൃത്യമായി എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത്. അത് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് കൃപയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ അഭിഷേകം കൂടി മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ
മകളുടെ കുഞ്ഞുമകളുടെ സൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ശ്വാസം മുട്ടൽ എന്നൊരു വലിയ അസ്വസ്ഥതയിൽ നിന്ന് ഇവിടെ നിന്നുള്ള ലഭിച്ച എത്ര തന്നെ ചികിത്സ ചെയ്തിട്ടും ഭേദമാകാതിരുന്നപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളും തൈലവും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് വലിയ സൗഖ്യമുണ്ടായി എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് സ്വിച്ചിട്ടതുപോലെ നമ്മുടെ അസ്വസ്ഥതകൾക്ക് ഉത്തരം ലഭിക്കും, നമുക്ക് സൗഖ്യമുണ്ടാകും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് അച്ഛൻ സ്പിരിച്വൽ ആസ്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊരു വലിയ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ മകൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ആ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ എന്നൊരു വലിയ അസുഖം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ വളരെ കൃത്യമായി അത് സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വലിയ വീട്, ഒരു നല്ല വീടുണ്ടായിരിക്കുക എന്നുള്ളത്. വളരെ ചങ്ക് കീറിക്കൊണ്ടാണ് ഈ അമ്മ പറയുന്നത്, എൻ്റെ വീട് എന്നുള്ളൊരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. അതെല്ലാം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ ഏതൊരു അസ്വസ്ഥതകളുണ്ടായി, മകൾക്ക് കവിളിലൊരു വലിയ ഒരു തടിപ്പുണ്ടായി, അതൊരു മുഴയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള തൈലം ഉപയോഗിച്ച് ഒരു നേഴ്സാണ്, എല്ലാ മെഡിക്കൽ ഫീൽഡും അറിയാവുന്ന ഈ മകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് ആ മകൾക്ക് സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം ഇടപെട്ട് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നതായി നാം കണ്ടനുഭവിക്കുകയും തൊട്ടറിയുകയും ചെയ്യുകയാണ്. ഈശോയെ സന്ദർശിച്ച ആട്ടിടയരെ പോലെ നമുക്കൊന്നും അറിയില്ല, ഈശോ ദൈവമാണ്, എനിക്ക് സൗഖ്യവും സമാധാനവും ഈശോ മാത്രം മതി എന്നൊരു വലിയ അവബോധത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാകുന്നത്. ജൂണി പറയുന്നത് തന്നെയാണ്, ഇനി എനിക്ക് ഉടമ്പടി എന്നൊരു പ്രാർത്ഥന രീതി മാത്രം മതി. ഈ ഉടമ്പടിയിൽ നമ്മുടെ എല്ലാ കത്തോലിക്ക നിയമങ്ങളും അതിലുണ്ട്. നാം പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ നിന്നോ ഒട്ടും അകലെയല്ല. ഈശോയും പരിശുദ്ധ അമ്മയും എല്ലാ വിശുദ്ധരും എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ വചനമനുസരിച്ചുള്ള ജീവിതവും എല്ലാം ഇതിന് ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ജൂണിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം. എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ്. ഞാൻ അമ്മയായിട്ട് അടുത്ത് എനിക്ക് മുൻപൊരു പരിചയവുമില്ല, അല്ലെങ്കിൽ ഒരു അറിവുമില്ല. ഞാൻ ക്ഷേത്രവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി കൂടിയാണ്. അപ്പം ഞാൻ അമ്മയെ അടുത്തറിയുന്നത്, ഞാൻ കോൺട്രാക്റ്റ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. വലിയ സാമ്പത്തികത്തിലേക്ക് എത്തുകയും, അപ്പോൾ പുറത്തു നിന്ന് ആരും ഞാൻ കൊടുക്കാനുള്ളതല്ല, എനിക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ എന്നോട് ഭാര്യയും മക്കളുമൊക്കെ തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചതും എന്നെ ശകാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല ഈ പണം. ചോദിക്കാത്തതിൻ്റെ കാരണം, എനിക്ക് ലക്ഷം തലമുള്ളവർ പോലും എനിക്കെതിരെ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ നിന്നൊരു പ്രാർത്ഥന എടുത്തു. പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് മരിക്കണമെന്നാണ്. ആരും അറിയാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു, എൻ്റെ കുടുംബത്തോട് ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യം, എനിക്ക് മരിക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മരണപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം അങ്ങനല്ല. അതുകൊണ്ട് ആരും അറിയാതെ പെട്ടെന്ന് ഒരു നിമിഷം ഉണരരുതെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കുന്നത് വെളുപ്പിലെ 3 മണിക്കാണ്. ഞാൻ അങ്ങനെ മറ്റൊരാളോട് അന്വേഷിച്ചപ്പം ഈ 3 മണി സമയത്ത് പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് എനിക്കൊരറിവ് കിട്ടി. അങ്ങനെ ഞാൻ ഈ 21 ദിവസം പ്രാർത്ഥിച്ചു. 21ൻ്റെ അന്ന് ഞാൻ വാഹനം ഓടിച്ചു വരുന്ന വഴിക്ക്, ബൈക്ക് ഓടിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വണ്ടി റോങ് സൈഡ് പോയി. നല്ല വാഹനം ഓടുന്ന വലിയൊരു വഴിയാണ്, റോഡാണ്. അങ്ങനെ അരമണിക്കൂറോളം ഞാൻ റോഡിൽ തന്നെ വണ്ടിയിൽ ചിലവഴിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയി. വീണ്ടും ഇങ്ങനെ സംഭവിച്ചു. പിന്നെ എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ പറ്റത്തില്ല, കാഴ്ച പൂർണ്ണമായിട്ടും പോയി. പക്ഷേ ഞാൻ ഇരുന്ന് നിരങ്ങി. കാരണം നമ്മുടെ പറമ്പെന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞ് പിന്നെ റബ്ബറും തോട്ടമൊക്കെയാണ്. അങ്ങനെ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം, കണ്ണടച്ചാലും അറിയാം എവിടേക്കാണ് മരങ്ങളെന്നൊക്കെ അറിയാം. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി. വീട്ടിലാരുമില്ല. ഞാൻ വൈകുന്നേരത്ത് 4:30-5 മണിയോടുകൂടി എൻ്റെ ഇളയ മകൻ വന്നു.
എന്നെ തട്ടി ഉണർത്തുമ്പോൾ ഞാൻ തറയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉണർന്നപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ട് പറഞ്ഞു ഇവനൊരു വണ്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വണ്ടി വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ മതി, തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോകാനല്ലയോ എന്ന് പറഞ്ഞു. ഇവനൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ വണ്ടിയിൽ കയറി തൊട്ടടുത്ത ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, കുറച്ചും കൂടെ അപ്പുറത്ത് പോകാമെന്ന്. അങ്ങനെ പോയി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി അതിന് മുമ്പ് അദ്ദേഹം എൻ്റെ പൾസ് ഒന്ന് പരിശോധിച്ചു. പൾസ് റേറ്റ് പരിശോധിച്ചപ്പം ഏതാണ്ട് 10 താഴെയായി. അപ്പോഴത്തേനും ഞാൻ ബോധം കെട്ടുപോയി. സ്ട്രെച്ചറിൽ കിടത്തി പിന്നെ ഞാൻ കാണുന്നത് ചെറിയ ഓർമ്മയിൽ കാണുന്നത് ICUയിൽ കൊണ്ടുവന്നതാണ്. 3ൻ്റെ അന്ന് ബോധം തെളിഞ്ഞ് 21 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. അപ്പോൾ പിന്നീട് ഭാര്യ പുറത്താണ്. ഭാര്യ അറിഞ്ഞിട്ടില്ല, വീട്ടിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഇളയ പുത്രന് മാത്രമേ ഈ ഒരു സംഭവം അറിയാവൂ. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 21 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് തിരികെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് തിരികെ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നീ തിരുവനന്തപുരം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. വൈകിട്ട് 8:30 വിളിക്കുന്നു. എൻ്റെ അടുത്ത് വെച്ച് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, തിരുവനന്തപുരം വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി പിറ്റേന്ന് 11:30 മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരുന്നു. ഡോക്ടറെ കാണുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹാർട്ട് സംബന്ധത്തിന് 3 അറ്റാക്ക് അന്നേരം ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം വാഹനം ഓടിക്കുമ്പം സാധാരണ നമുക്ക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഷെവറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 700 പോയിൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ തട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകും. എനിക്ക് രേഖപ്പെടുത്തിയേക്കുന്നത് 1324. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തേ ഇല്ല. ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് മരണമാണ്, അമ്മ മരണവും തന്നു. അങ്ങനെയാണ് 3ൻ്റെ അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. അമ്മ എൻ്റെ അടുത്ത് നിൽക്കുന്നു. എന്നോട് ചോദിച്ചു നീ വരുന്നില്ലയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തപ്പി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ രാത്രി 3 മണിയാണ്. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന ടൈമാണ്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കറിയത്തില്ല, ഈ പള്ളി അറിയത്തില്ല. ഞാൻ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പല പള്ളികളാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻഡിൽ വരുമ്പം ഞാൻ കണ്ടക്ടർ ചോദിച്ചു സാറേ ഈ ബസ് പള്ളിയിൽ പോകുന്നതാണെന്ന് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കൃപാസനാണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞു പോകാൻ വന്ന ഞാൻ അവസാനം ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പം വളരെ വൈകി. എനിക്ക് വണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് 7:20 കഴിഞ്ഞാൽ കായംകുളത്തൊന്നും വണ്ടിയില്ല. അപ്പം ഞാൻ കായംകുളത്ത് എത്തിയപ്പോഴത്തേനാണ്ട് 8:45. വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇനി റൂം എടുത്തേ പറ്റൂ. എനിക്കാണെങ്കിൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നിൽക്കുന്ന സമയം ചെയ്തിട്ട് 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാനോ മറ്റൊരാളുടെ സഹായം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണ് അത്രയും ദൂരം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ബസ് കിടക്കുന്നു. ഞാൻ ആ ബസ്സിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഡ്രൈവറോട് ചോദിച്ചു സാറേ ഇപ്പോൾ വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണെന്ന് പറഞ്ഞു. ആ വണ്ടി കയറി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അവിടുന്ന് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 350 രൂപയുടെ ഓട്ടോ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം ഞാനൊരു പയ്യനെ, എനിക്ക് സ്ഥിരം ഓടുന്നൊരു പയ്യനെ ഞാനിങ്ങനെ മനസ്സിലോർത്ത് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഇവന് സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽപ്പുണ്ട്. ഇവൻ്റെ അടുത്ത് വെച്ച് അണ്ണാ വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, ഇവൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. എൻ്റെ ആദ്യ അനുഭവം അങ്ങനെയാണ്, അമ്മയായിട്ടുള്ളൊരു അനുഭവം. അത് കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ മക്കളെ സംബന്ധിച്ച്. ഞാനിവിടെ ഉടമ്പടി വെച്ചത് പിന്നീട് ഇപ്പോഴും ഞാൻ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അത് പ്രാർത്ഥിക്കുകയില്ല. ഇന്ന് പോയിട്ട് മരിച്ചാലും ഞാൻ സന്തോഷത്തോട് മരിക്കുമെന്നുള്ളതാണ്. കാരണം എനിക്ക് ബാധ്യതകളില്ല, എനിക്ക് തരാനുള്ളവരേ ഉള്ളൂ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ഇപ്പോൾ ഇവിടെ വരാനും കാരണം, ഈ വേദിയിൽ കയറാനും കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടിയാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ അടുത്ത സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ഇപ്പം നാളെ സത്യപ്രതിജ്ഞ നടക്കുക. എൻ്റെ തൊട്ടടുത്ത വാർഡിൽ 54 ഇപ്പോൾ 55ാമത്തെ വർഷം, ഈ 55 വർഷമായിട്ട് അവിടെ എനിക്കെതിരായി ഞാനൊരു രാഷ്ട്രീയ അത് ഞാൻ പറയുന്നില്ല, എനിക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. 54 ഇപ്പോൾ 55ാമത്തെ വർഷം ജയിച്ചിട്ടേ ഇല്ല, എൻ്റെ പാർട്ടി ജയിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, 3 സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. 3 പേരും വ്യത്യസ്തരായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തി. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാനിപ്പം പൈസ ഏൽപ്പിക്കുന്നത് അമ്മയാണ്. ഞാൻ 1 രൂപയാണെങ്കിലും 10,000 ആണെങ്കിലും ഇനി 1 ലക്ഷം ആയാലും ഇപ്പം ഞാൻ ഏൽപ്പിക്കുന്ന അമ്മയെ. അതെങ്ങനെ ഏൽപ്പിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ബൈബിളുണ്ട്, ആ ബൈബിളിൽ വയ്ക്കും.
ആ പൈസ കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് ചിലവഴിക്കാൻ പറ്റും. എന്തിനു വേണമെന്ന് വെച്ചാൽ അത് മാത്രമേ എടുക്കൂ. ഇപ്പം ഞാൻ വരാൻ നേരത്തും കുറച്ച് പൈസ എടുത്തപ്പോൾ എന്നോട് പറയുക കുറച്ച് പൈസ അവിടെ വെക്കെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവിടെ വെച്ച് എൻ്റെ ആ പൈസ കറക്റ്റ് ചിലവാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥി എടുത്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒരു സ്ഥാനാർത്ഥി അമ്മ കണ്ടെത്താൻ പറഞ്ഞു. 3-ൻ്റെ അന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ ചെല്ലുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്ഥാനാർത്ഥി ജയിക്കാത്ത ഒരു വാർഡിൽ ആ സ്ഥാനാർത്ഥി നിർത്തുന്നതാവും. കെട്ടിവെച്ച പൈസയ്ക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വാർഡാണ്. സ്ഥാനാർത്ഥിയെ വെച്ചു, പ്രവർത്തനം നടത്തി. ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. 10-28 ദിവസം തുടർച്ചയായി പ്രവർത്തനം നടത്തി. അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു സംഭവം, ഇവിടുന്ന് നമ്മുടെ ഉപ്പും തൈലം തരും. അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷണം നടത്തുന്ന ഇപ്പോഴാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അമ്മയുടെ മുന്നിൽ നിന്ന് പറയുന്നതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഈ വാട്ടർ മെഷീന് സമീപത്ത് അതിട്ടു. അതുപോലെ തന്നെ തൈലം മെഷീനിൽ പൂശി ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഏൽപ്പിക്കുക, സ്ഥാനാർത്ഥിയെ ഏൽപ്പിച്ചു. ഇനി എൻ്റെ അഭിമാനം അമ്മ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ നടന്നു. ഞാൻ ബൂത്തിൽ തന്നെ ഇരുന്നു. ഏതാണ്ട് ഒരാൾ മാത്രമേ ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നുള്ളൂ. നമുക്ക് ഏറ്റവും ദുർഘടമായൊരു മാനസികാവസ്ഥയിലൂടെ അന്നേരം പോവുക. ഒരാൾ മാത്രം. ഞാൻ രാവിലെ 4 മണിക്ക് കയറി പെട്ടി ഇതിൻ്റെ മെഷീനെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്ത് പോയില്ല. വൈകിട്ട് 4:30 പുറത്തിറങ്ങുന്നത് വരെ ഒരാൾ മാത്രം ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നു. വേറെ ആരും വന്നില്ല. വേറെ വന്നവർ മുഴുവൻ എതിർ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പുമായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് കൂട്ടി, അവിടെ ഇരുന്ന് ഞാനിങ്ങനെ വോട്ട് കൂട്ടി കഴിഞ്ഞിട്ട് അമ്മേ ഞാൻ അവിടെ വരും, ആ കുട്ടിയെയും കൊണ്ട് അവിടെ വരും, അത് ഓർമ്മ വെച്ചോണേ എത്ര ഇങ്ങനെ പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞ പോലെ പറഞ്ഞു. പോയി എൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. എൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞാൻ ഇന്ന് വന്നു. ഇതാണ് എനിക്ക് അമ്മയെക്കുറിച്ച് പറയാനുള്ള ഒരു വലിയ കാര്യം. ഈ ഒരു ഉടമ്പടി, ഈ ഒരു സാക്ഷി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയക്കാരല്ല, അടവുകാരാണ്. എന്ത് ചെയ്താലും അവർ പുറത്ത് പറയത്തില്ലല്ലോ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അറിയാമല്ലോ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു രീതി മനസ്സിലായി കാണും. മറ്റൊന്ന്, ഞാൻ ടൗണിലെത്തിയാൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ ഇല്ല ഞാൻ ശ്രദ്ധിക്കും. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വിളിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ പുറത്ത് ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പിന്നെ എൻ്റെ ദിവസത്തെ അധ്വാനത്തിൽ നിന്ന് 1 രൂപ കൃത്യം ഞാൻ മാറ്റി വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടി കഴിയുമ്പം ഒരു തുകയാവും. എന്തെങ്കിലും ഒരു 10, 500, 300, 600 ഒക്കെ ആകുമ്പം അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നത് ശീലം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പൈസ അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന ഒരാളാണ്. മറ്റൊന്ന്, പത്രം തന്നാലേ ഞാൻ ഈ പത്രം എൻ്റെ പേരും എന്തിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് കൂടി പത്രത്തിൻ്റെ തലക്കെട്ടിൽ എഴുതും, മേളിൽ എഴുതി വയ്ക്കും. എൻ്റെ പേരെഴുതും, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പത്രം കൊടുക്കുന്നതെന്ന് എഴുതും. എഴുതിയിട്ട് ഈ പത്രം SIT ആശുപത്രിയിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. എനിക്ക് ഈ ഒരു വിശ്വാസം എൻ്റെ മരണകാലം വരെയും ഇങ്ങനെ തുടരാനാണ് എനിക്ക് ഇഷ്ടവും. അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ഈശോയുടെ അമ്മയോടും ചേർന്ന് പോകാനാണ് എനിക്കിഷ്ടം. ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ തനിച്ച് ഉണരും. വെളുപ്പിലെ 3 മണിക്ക് ഉണരും, 4:30 വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട്. അതൊന്നും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷേ പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നെ തുടർന്ന് ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, പ്രണാമം. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാം വചനമാണ് നാം കേട്ടത്. ഈശോയുടെ സ്നേഹത്തോടെയുള്ള ആ വിളി നമ്മുടെ ഓരോരുത്തരുടെയും വാതിൽ മുട്ടിയാണ് ഈശോ നമുക്കായി കാത്തിരിക്കുന്നത്. ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക് അവരുമായി ആഴമായ ആത്മീയ ബന്ധം ചെയ്യുവാനായിട്ടാണ് ഈശോ നമുക്കായി കാത്തിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയൊരു ദൈവാനുഭവമാണ്. ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർക്ക്, ദൈവവചനത്തിലൂടെ ജീവിക്കുന്നവർക്ക് ആത്മീയമായ പ്രചോദനവും വിശ്വാസത്തോടെയുള്ള ഒരു ജീവിതവുമാണ് ഈശോ നമുക്ക് നൽകുന്നത്. ചന്ദ്രകുമാർ എന്ന മകൻ, ചന്ദ്രബാബു എന്ന മകൻ നമ്മളോട് ഷെയർ ചെയ്ത സാക്ഷ്യത്തിൽ നിന്ന്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മകൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാനല്ല നമ്മളെ ദൈവം പഠിപ്പിച്ചത്. ദൈവം നമുക്ക് ജീവൻ നല്ലൊരു ദാനമായിട്ട്, ഒരു ഗിഫ്റ്റായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. അത് തിരിച്ചെടുക്കുകയോ തരികയോ ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് എന്തെങ്കിലും വിനിയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ വിനിയോഗിച്ച് ജീവിതം നയിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പക്ഷേ സാഹചര്യം വന്നപ്പോൾ ഉടമ്പടിയിലല്ലായിരുന്നു ആ മകൻ. അന്നേരം ആ മകൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി. എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന്, അതായത് മറ്റുള്ളവർ തരുവാനുള്ള കാശ്, ലക്ഷങ്ങളുടെ കാശാണ്, അത് തിരിച്ചു കിട്ടാതായപ്പോഴാണ് ആ മകൻ അങ്ങനെ ഒരു പ്രാർത്ഥിക്കേണ്ടി വന്നത്. അങ്ങനെ ആരും പ്രാർത്ഥിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാലും ആ പ്രാർത്ഥനയും ഈശോയും മാതാവും കേട്ടു. ആ മകൻ്റെ കൂടെ നിന്ന് കണ്ണിനൊരു മങ്ങല് പോലെ തന്നത് നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും കാണാവുന്നതാണ്. സാറായ പുത്രനെ ജനിക്കുമെന്ന് പറഞ്ഞപ്പോഴും കണ്ണ് കാണാതെ വന്ന സ്റ്റോറി നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അത് 3 അറ്റാക്കായിട്ടാണ് വന്നത്. ഒന്ന് മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സമീപത്ത് നിൽക്കുന്നത് ഇപ്പോൾ. മാതാവിൻ്റെ ഒരു ചോദ്യമാണ്, നീ വരുന്നില്ലയോ എന്ന്. എങ്ങോട്ടാണ്, എവിടേക്കാണെന്നൊന്നുമല്ല. അമ്മ ഒന്ന് ചോദിച്ചാൽ, അമ്മയൊന്ന് സ്നേഹിച്ചാൽ അത് സ്നേഹം നമുക്ക് നിരസിക്കാനാവില്ല. ഈ മകൻ ആ ശബ്ദം കേട്ടപാടെ 3 മണിക്ക് എഴുന്നേറ്റ്, എവിടെയാണ് ഈ അമ്മ, എവിടെയാണ് ഈ പള്ളി? കൃപാസന അമ്മയുടെ അരികിലേക്ക് പോകാനുള്ള വഴി ചോദിച്ച് വന്നപ്പോൾ, പള്ളിയിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ കണ്ടക്ടറാണ് ചോദിച്ചത് കൃപാസനത്തിലേക്കാണോ എന്ന്. അമ്മയ്ക്ക് വേണ്ടവരെ അമ്മ വിളിക്കും. ഈശോ ഇഷ്ടപ്പെടുന്നവരെ ഈശോ എങ്ങനെയെങ്കിലും അമ്മ ഈശോയുടെ സന്നിധിയിലേക്ക്, ഈ കൃപാസന സന്നിധിയിലേക്ക് ഇവിടെ എത്തിക്കും. അങ്ങനെയാണ് ഈ മകൻ ഇവിടെ വന്നത്. ആ സ്വപ്നത്തിലൂടെ നീ വരുന്നില്ലയോ എന്ന ഒരു ശബ്ദം മാത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന പല സാഹചര്യങ്ങളിൽ കൂടിയാണ്. ഈ മകൻ ഇതുപോലെ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അഗാധമായ ഈശോയുടെ സ്നേഹം അടുത്തറിഞ്ഞ ആ സമയമാണ് ഒരു സ്വപ്നമായിട്ട് അമ്മ ഈ മകൻ്റെ അരികിൽ വന്നത്. അന്ന് മുതലാണ് ഈ മകൻ ഉടമ്പടി ജീവിതത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുവാൻ ആരംഭിച്ചത്. പിന്നീടുള്ള ഈ മകൻ്റെ പ്രാർത്ഥന 54 വർഷം ഒരു പാർട്ടിയായിരുന്നു ആ വാർഡിൽ ജയിച്ചുകൊണ്ടിരുന്നത്. അസാധ്യമായ ഒരു കാര്യമാണെന്നും അറിയാം. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പാർട്ടി വേറൊന്ന് മാറ്റാനായിട്ട് അത് വളരെ പ്രയാസകരമായ ഒരു അസാധ്യമായ ഒരു കാര്യമാണ്. ഈ മകൻ അതാണ് നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയും ആ മകൻ പറഞ്ഞതുപോലെ ജയിച്ചു കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുമെന്നാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഈ മകൻ ഇന്ന് വന്നിരിക്കുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ്. 54 വർഷത്തിന് ശേഷമാണ് അവിടെ ആ പാർട്ടി മാറുന്നത്. ഇത് അസാധ്യമായൊരു കാര്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയിൽ നിന്ന് മേടിച്ച് ചോദിച്ചു തരുന്ന ഒരമ്മയാണ്. ഈശോ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നതാണ്. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പറയാം. അമ്മ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വിശ്വസ്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകനുണ്ടായിരുന്ന വിശ്വാസമാണ് ഓരോ പ്രാവശ്യത്തിലും മകൻ യാത്ര ചെയ്തപ്പോഴും പല വ്യക്തികളിൽ കൂടെ വണ്ടിയുടെ ബുദ്ധിമുട്ട് വന്നപ്പോഴും പല വ്യക്തികളിൽ കൂടെയാണ് ഈശോയുടെ സാന്നിധ്യം ഈ മകന് മനസ്സിലാക്കി കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഓരോ പ്രാവശ്യവും നമ്മൾ വിഷമസന്ധിയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.